വാർത്തകൾ തുടരുന്നു. വികലാംഗരോട് സർക്കാർ കാണിക്കുന്ന നിഷേധാത്മകമായ നിലപാടിനെതിരെ വികലാംഗ ക്ഷേമ സംഘടന ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃപ്രയാർ മിനി സിവിൽ സ്റ്റേഷന് മുമ്പിൽ ധർണ നടത്തി. ജില്ലാ സെക്രട്ടറി ഖാദർ നാട്ടിക ധർണ ഉദ്ഘാടനം ചെയ്തു. ആഗസ്റ്റ് മാസം വരെയുള്ള പ്രാബല്യത്തോടെ കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചതായിട്ട് നമ്മുടെ നാട്ടിലെ എല്ലാ ജനങ്ങളും അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. അത് മുഖ്യമന്ത്രി അതിന്റെ വിജ്ഞാപനം പുറപ്പെടുവിച്ചുകൊണ്ട് പ്രസ്താവനയും നടത്തിയിരുന്നു. പക്ഷേ പ്രസ്താവന കടലാസിൽ ഒതുങ്ങുകയും ഉത്തരവ് മേശകൾക്ക് മുകളിലെ ചുവപ്പ് നാണയിൽ കുരുങ്ങി അവിടെ കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷെ ഇവിടെ സംഭവിച്ചത് എന്താണ്? ഓണത്തിന് ഒരു മാസങ്ങൾക്ക് ശേഷം, ഓണത്തിന് മുൻപായിട്ട് 2 ആഴ്ച മുൻപായിട്ട് ക്ഷേമ പെൻഷനുകളെല്ലാം കൊടുക്കാനായിട്ട് തീരുമാനമെടുത്തു. ഇവിടെ നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ തന്നെ അത് എല്ലാ ക്ഷേമ പെൻഷനുകളും കൊടുക്കുന്ന സംവിധാനമുണ്ടായി. പക്ഷെ വികലാംഗ പെൻഷൻ മാത്രം 300 രൂപയിൽ ഒതുക്കി തീർക്കുകയാണ് ഉണ്ടായത്. ആ 300 രൂപയിൽ ഒതുക്കി തീർക്കുന്ന സാഹചര്യത്തെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഇവിടെ ബന്ധപ്പെട്ട അധികാരികൾക്ക് അതിന്റെ ഉത്തരവ് ലഭിച്ചിട്ടില്ല എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. പക്ഷെ അങ്ങനെ അറിഞ്ഞപ്പോൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് സെക്രട്ടേറിയറ്റിൽ ബന്ധപ്പെട്ടു. വകുപ്പ് സെക്രട്ടറി പറയുന്നു, ഞങ്ങൾക്ക് അതിന്റെ ഉത്തരവ് തീരുമാനം വന്നിട്ടില്ല. അത് വന്നിട്ടുള്ളത് കർഷക തൊഴിലാളികളുടെ മാത്രമാണ്, മത്സ്യത്തൊഴിലാളികളുടെ മാത്രമാണ്. അതുകൊണ്ട് വികലാംഗരുടെ ഉത്തരവ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് പഴയ പെൻഷൻ തന്നെയാണ് തുടരാൻ കഴിയുള്ളൂ എന്നാണ്. വർദ്ധിപ്പിച്ച 400 രൂപ പെൻഷൻ ഉടൻ വിതരണം ചെയ്തില്ലെങ്കിൽ MLA-മാരുടെ വസതികളിലേക്ക് മാർച്ച് നടത്തുമെന്ന് യോഗം മുന്നറിയിപ്പ് നൽകി. ഡോക്ടർ ത്രേസ്യ ഡയസ് അധ്യക്ഷയായിരുന്നു. KA ആനന്ദൻ, സേവ്യർ പള്ളത്ത്, M സ്വർണലത ടീച്ചർ, KK രാജേന്ദ്രബാബു, നസീർ ചിറക്കൽ, AN സിദ്ധപ്രസാദ് എന്നിവർ സംസാരിച്ചു. ധർണയ്ക്ക് മുന്നോടിയായി തൃപ്രയാർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനത്തിന് MK റാഫേൽ, ലീലാമണി ബാബു, ലാലു ആളൂർ, കീർത്തി ശ്യാം എന്നിവർ നേതൃത്വം നൽകി. ഒരു വിഭാഗമായ ശാരീരിക മാനസിക ബുദ്ധിവൈകല്യമുള്ള സർക്കാർ ശ്രീനാരായണപുരത്ത് മോട്ടോർ ബൈക്കുകൾ തല്ലി തകർത്തു. അഞ്ചങ്ങാടി, ഇല്ലിച്ചൂട്, മുടിയന്തറ അസാദ്, സുഹൃത്ത്, താണിയൻ ബസാർ, പറക്കോട്ട് ഫിറോസ് എന്നിവരുടെ മോട്ടോർ ബൈക്കുകളാണ് ചൊവ്വാഴ്ച രാത്രി ആയുധധാരികളായ സംഘം തല്ലി തകർത്തത്. രാത്രി 10 മണിയോടെ താണിയൻ ബസാറിലുള്ള സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോകും വഴി റോഡരികിൽ മോട്ടോർ ബൈക്കുകൾ നിർത്തിയ ഉടനെ ഒരു സംഘം ഇവരെ ആക്രമിക്കാൻ ശ്രമിച്ചു. ആക്രമികളെ കണ്ട് ഇരുവരും ഓടി രക്ഷപ്പെട്ടുവെങ്കിലും മോട്ടോർ ബൈക്കുകൾ തല്ലി തകർക്കപ്പെട്ടു. സംഭവത്തെക്കുറിച്ച് മതിലകം പോലീസ് അന്വേഷണം ആരംഭിച്ചു. കുഴിനിറഞ്ഞ് യാത്ര ദുഷ്കരമായ ദേശീയപാതയിൽ അറ്റകുറ്റപ്പണി ആരംഭിച്ചു. വഴിയമ്പലം തൊട്ട് ചേറ്റുവ വരെയുള്ള ദേശീയപാതയുടെ അറ്റകുറ്റപ്പണിയാണ് ബുധനാഴ്ച കയ്പമംഗലത്ത് ആരംഭിച്ചത്. PWD വകുപ്പിന് കീഴിലെ ദേശീയപാത ചാവക്കാട് സബ് ഡിവിഷനാണ് കുഴിയടക്കൽ നടത്തുന്നത്. ഒരാഴ്ചക്കിടെ ഇത് 2ാം തവണയാണ് കയ്പമംഗലത്ത് കുഴിയടക്കൽ നടന്നത്. കഴിഞ്ഞ വാരം അവസാനം ചില കുഴികൾ മാത്രം നികത്തി മുകളിൽ പേപ്പർ ഒട്ടിച്ച് പണിക്കാർ സ്ഥലം വിട്ടിരുന്നു. ഇതേക്കുറിച്ച് അധികൃതരിൽ നിന്ന് വ്യക്തമായ മറുപടി ലഭിച്ചില്ല. ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിൽ ചളിങ്ങാട് അഗസ്തേശ്വരം അമ്പലത്തിന് സമീപം കുടിവെള്ള ടാപ്പ് തകർന്നിട്ട് മാസം 1 കഴിഞ്ഞു. റോഡ് തകർന്ന് ഗർത്തമായി. വെള്ളം കുത്തിയൊഴുകി സമീപത്തെ പറമ്പ് നിറഞ്ഞു. അധികൃതരെ അറിയിച്ച് ഇതുവരെ ആരും തിരിഞ്ഞു നോക്കിയില്ല.
കാക്കാതുരുത്തിയിലെ അവിവാഹിതരായ യുവാക്കൾ ഭയത്തിലാണ്. കാര്യം മറ്റൊന്നുമല്ല, ജീവിതത്തിൽ ഇനി കല്യാണം കഴിക്കാൻ കഴിയില്ലേ എന്നതാണ് പേടിപ്പെടുത്തുന്ന ചോദ്യം. ഗൾഫിൽ പോയും നാട്ടിൽ പണിയെടുത്തും 4 കാശുണ്ടാക്കി ജീവിതം ഒരു കരക്കടിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് എല്ലാം തകിടം മറിച്ച് പാരപണി വരുന്നത്. കൊള്ളാവുന്നൊരു വീട്ടിൽ പോയി തെറ്റില്ലാത്തൊരു പെൺകുട്ടിയെ ആലോചിച്ചുറപ്പിച്ച് വരുമ്പോഴേക്ക് പ്രതീക്ഷ ദാ ചീട്ടുകൊട്ടാരം പോലെ. മദ്യം കൈകൊണ്ട് തൊടാത്തവരും നല്ല ആരോഗ്യവും സൽസ്വഭാവവും ഉള്ളവരും ഒറ്റയടിക്ക് മാറാരോഗികളും മദ്യപാനികളും ദുശീലക്കാരുമാവുന്നു. കല്യാണങ്ങൾ ഇങ്ങനെ മുടങ്ങി വന്നപ്പോഴാണ് അന്വേഷണം പുരോഗമിച്ചത്. നാട്ടിൽ ജോലിയില്ലാത്ത ചിലരാണ് സംഗതിക്ക് പിന്നിലെന്ന് ബോധ്യപ്പെട്ട യുവാക്കൾ പള്ളിവളവിൽ ബോർഡ് സ്ഥാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ. കല്യാണം മുടക്കികളെ കൈകാര്യം ചെയ്യുമെന്നാണ് ബോർഡിലെ താക്കീത്. എടമുട്ടം കഴിമ്പറത്ത് കടൽ ഉൾവലിഞ്ഞത് ജനങ്ങളിൽ പരിഭ്രാന്തി പരത്തി. ഇന്ന് വൈകിട്ട് 5 മണിയോടെയാണ് കടലിൽ ഈ പ്രതിഭാസം കണ്ടത്. കടൽ ശാന്തമാവുകയും 50 മീറ്ററോളം ഉള്ളിലേക്ക് വലിയുകയുമായിരുന്നു. ചെളി വെള്ളാണല്ലേ, വെള്ളത്തിന്റെ കട്ടിയിലെ മീനാണ് ഒക്കെ മേലക്ക് വന്നില്ലേ. അതൊക്കെ വെള്ളം പതിഞ്ഞപ്പോഴേ വെള്ളം പടിഞ്ഞിട്ട് പോവല്ലേ. കടലാണ് ഈ കാണുന്നത്. കടലാവുന്ന സ്ഥലത്താണ് വെള്ളം കാണുന്നത്. ഈ പ്രദേശത്ത് ചേറുകലർന്ന രൂപത്തിലാണ് കാണപ്പെട്ടത്. വിവരമറിഞ്ഞ് നിരവധി ആളുകൾ തടിച്ചുകൂടി. സംഭവമറിഞ്ഞ് വലപ്പാട് പോലീസ് സ്ഥലത്തെത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കയ്പമംഗലം വില്ലേജ് ഓഫീസ് തല്ലിത്തകർത്ത സംഭവത്തിൽ 5 പേർ റിമാൻഡിൽ. നിരവധി കഞ്ചാവ് കേസിലെ പ്രതിയെ 1 കിലോ കഞ്ചാവ് സഹിതം വാടാനപ്പള്ളി പോലീസ് പിടികൂടി. സർക്കാരിന്റെ നിഷേധാത്മകമായ നിലപാടിനെതിരെ തൃപ്രയാറിൽ വികലാംഗരുടെ ധർണ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.